ടു ഡേ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പം ആണുങ്ങളായാലും അതെ സ്ത്രീകളായാലും അതെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഇത് നോക്കാനും ചൂസ് ചെയ്യാനും വാങ്ങാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാം. പക്ഷേ ഈ സ്റ്റിച്ചിങ്ങിന് പിന്നിലും ഒരു വലിയ പ്രോസസ്സുണ്ട്. അതായത് ഇതിൻ്റെ ഡിസൈനിങ് ഉണ്ട്. ഇത് വലുതായിട്ട് അതായത് മാസ് സ്കെയിലിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കട്ടിങ്ങും പിന്നെ ഇത് ഓരോന്ന് പാച്ച് ചെയ്യുന്നതും ജോയിൻ ചെയ്യുന്നതൊക്കെ വലിയ പ്രോസസ്സുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൃശ്ശൂർ ജില്ലാ യൂണിറ്റിൻ്റെ ഒരു ടൈലറിംഗ് യൂണിറ്റിലാണ്. ഇവിടെ സ്ത്രീകളാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. നമ്മളുള്ളത് വിന്റർഫീൽ ഗാർമെന്റ്സിന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ വിന്റർഫീൽ ഗാർമെന്റ്സിന്റെ ഡയറക്ടർ ഉണ്ട്, സെബാസ്റ്റ്യൻ മഞ്ഞളി. നമസ്കാരം ചേട്ടാ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വനിതകളുടെ ഒരു വ്യവസായ സംരംഭമാണ് വിന്റർഫീൽ ഗാർമെന്റ്സ്. വിന്റർഫീൽ ഗാർമെന്റ്സ് നമ്മൾ ആരംഭിച്ചത് ഇന്നർ ഗാർമെന്റ്സിലാണ് നമ്മൾ ആരംഭിച്ചത്. ഏകദേശം 100ഓളം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ സംരംഭം തന്നെയാണ് വിന്റർഫീൽ ഗാർമെന്റ്സ്. ഇന്നിപ്പം ഏകദേശം തൃശ്ശൂർ ജില്ല, അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, കോഴിക്കോട്, അങ്ങനെ കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വിന്റർഫീൽഡിൻ്റെ ഗാർമെൻറ്റ്സ് ഉൽപ്പന്നങ്ങൾ. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ വനിതകൾ ഉണ്ടാക്കി ആ വനിതകളെ ഒരു വ്യവസായ സംരംഭം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിന്റർഫീൽ ഗാർമെൻറ്റ്സ് നമ്മൾ ആരംഭിച്ചത്. ഇനി അടുത്ത 2025 250ഓളം വനിതകൾക്ക് ഈ ഉൽപ്പന്നം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈ വ്യവസായ സംരംഭത്തിൽ അവരെയൊക്കെ സംരംഭകരാക്കുക എന്നുള്ളതാണ് വിന്റർഫീൽ ഗാർമെൻറ്റ്സിൻ്റെ ഉദ്ദേശം. കേരളം മുഴുവൻ സപ്ലൈ ചെയ്യാവുന്ന തരത്തിൽ ചെറിയ ഈ സമയം കൊണ്ട് തന്നെ ഈ കമ്പനി വലിയ രീതിയിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വിൽപ്പനയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ഏറ്റവും ന്യായമായ വിലയ്ക്ക് വിൽക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിന്റർഫീൽ ഗാർമെൻറ്റ്സിൽ ഉണ്ടാക്കുന്നത്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. തുടർന്നും ഇനിയും വ്യവസായ സംരംഭകരെ, വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സംരംഭം മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ഒരു യൂണിറ്റ് ആണ്. അതെ, വേറെ യൂണിറ്റ് ഉണ്ട്. ചാവക്കാട് നമുക്ക് യൂണിറ്റ് നൈറ്റി ഉണ്ട്. പിന്നെ ഷർട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ലുങ്കി, അതുപോലെ തന്നെ ലെഗിൻസ്, അങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും. ഈ വസ്ത്ര രംഗത്ത് നമ്മൾ ഇവിടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ കൂടെ ഈ യൂണിറ്റ് ഇൻചാർജ് ആയിട്ടുള്ള 2 പേരാണുള്ളത്. ഇദ്ദേഹം ഫൗസിയ ഷാജഹാൻ, ഇദ്ദേഹം ഷൈന ജോർജ്. അപ്പോൾ ഇവരാണ് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഹായ്. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള പരിപാടി നടക്കുന്നത്? നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ഈ വിന്റർഫീൽ എന്നുള്ള ഈ ഒരു യൂണിറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2018 വനിതകൾക്ക് സ്വയം സംരംഭകരാകാനുള്ള ഒരു അവസരമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും കുറച്ച് വനിതകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളൊരു ആശയമാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ആ ആശയം വളരെ വിപുലമായ രീതിയിൽ നമുക്ക് ജില്ലാ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ടാണ് അവർ തന്നത്. ആ സപ്പോർട്ട്, അവരുടെ സപ്പോർട്ടും ഞങ്ങളുടെ എഫേർട്ടും കൂടി ആയപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഈ 5 വർഷം കൊണ്ട് അവിശ്വസനീയമായ രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഇതിന് കൈവന്നിരിക്കുന്നത്. പിന്നെ ഇന്നേഴ്സ് മാത്രമല്ല, നമ്മൾ ലെഗിൻസ്, നൈറ്റികൾ വിവിധ തരം, അതായത് പ്ലെയിൻ നൈറ്റികൾ എംബ്രോയിഡറി ചെയ്ത് വിവിധ തരം പാറ്റേണുകളിൽ ഡിസൈൻ ചെയ്ത് നമ്മളിത് പുറത്തിറക്കിയിട്ടുണ്ട്. മാത്രമല്ല ഷർട്ട്, ലുങ്കികൾ, അതിനൊക്കെ വളരെയധികം നമുക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കിട്ടിയത്. എല്ലാ ജില്ലകളിലും, കേരളം മുഴുവനും മാത്രമല്ല പുറത്തും ഈ ഇന്നേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാവരും നല്ല അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനോട് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചേക്കാണ്. കൂടുതൽ ഡ്രസ്സുകൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കൂടുതൽ ഡ്രസ്സുകൾ ഇറക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ജില്ലാ കമ്മിറ്റി അവർ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ പറയും, അവർ നമുക്ക് എടുത്തു തരും. ഞങ്ങൾക്കും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ കളറുകൾ പറയും, ഇപ്പോഴത്തെ ട്രെൻഡുകളായിട്ടുള്ള പേസ്റ്റൽ കളേഴ്സൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ നമ്മളോട് സെലക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതിനൊന്നും നമുക്ക് ഒരു ഇതില്ല. പക്ഷെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആൾ പറഞ്ഞത് ഏറ്റവും മികച്ച രീതിയിൽ മറ്റുള്ള ബ്രാൻഡുകളെക്കാൾ ഏറ്റവും നല്ലൊരു തുണിത്തരാണ് വിന്റർഫീൽ ഇറക്കണേന്നാണ് അവരന്ന് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ വലിയൊരു നമുക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. പിന്നെ ഒരാൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തേടി വരുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ്. ഞാൻ വന്നപ്പോഴും കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ ഞാൻ ഇവിടെ ചോദിക്കുകയും ചെയ്തു, കോട്ടൺ ആണോ പ്യുവർ കോട്ടൺ ആണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കോട്ടൺ ആണ്, കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഈ ബനിയന്റെ തന്നെ മെറ്റീരിയൽ നമ്മൾ ഇതിന്റെ യാണുകള് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മൾ ചെയ്യിക്കണതാണ്. നൂല് നൂൽക്കുന്നില്ലേ, ആ നൂല് നൂൽക്കണത് തന്നെ നമ്മൾ അതിന്റെ ഡെൻസിറ്റി ഒക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണതാണ്. ഒരു കാലത്തും വാഷിംഗ് മെഷീനിൽ ഇട്ടാലും എത്ര കാലം ഉപയോഗിച്ചാലും അതിനൊരു കംപ്ലൈന്റ് വരുന്നില്ല. പിന്നെ നമ്മള് കളയണം, വേണ്ടെന്ന് വെച്ച് കളയണം. അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. അപ്പോൾ എത്ര ടൈം എടുക്കും? എങ്ങനെയാണ് ഇതിന് മൊത്തത്തിൽ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത്, ഡിസ്പാച്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അതായത് ഒരു യൂണിറ്റിൽ ഇത്ര യൂണിറ്റ്സ് വേണം അങ്ങനെ? ഞങ്ങളുടെ വേറൊരു യൂണിറ്റ് ചാവക്കാട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ തൃശ്ശൂർ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് മെയിൻ ആയിട്ടുള്ളത് കുറച്ചധികം വനിതകൾ ഇവിടെ ഇരുന്ന് ചെയ്യണമെന്നുള്ളൂ. നമുക്ക് കട്ടിങ്ങിനായാലും എല്ലാത്തിനും ഇവിടെ നമുക്ക് ഡെയിലി ഡിസ്പാച്ച് ഉണ്ടോ? ഡെയിലി ഉണ്ട്, വീക്കിലി ഉണ്ട്, ഡെയിലി ഉണ്ട്. അത് നമുക്ക് ഓർഡർ അനുസരിച്ച്. ഇപ്പൊ സീസൺ ആയ കാരണം നല്ല ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ മെഷീൻസും ഈ മൊത്തത്തിലുള്ള നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനുള്ള ഇപ്പോൾ മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാൻ പവർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്? ആദ്യം മാൻ പവർ തന്നെ നോക്കാം. ഈ ചേച്ചിമാരെയൊക്കെ നമ്മൾ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വനിതാ വിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ വനിതാ വിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വനിതാ വിങ്ങിൽ തന്നെ തൊഴിൽ രഹിതരായ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ലക്ഷ്യം തന്നെ തൊഴിലില്ലാത്ത വനിതകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അവർക്കൊരു നിർദ്ദേശം കൊടുക്കുന്നത് 10 ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വരും, അവരെ നമ്മൾ എടുക്കും. അവർക്ക് അറിവില്ലാത്തവരാണെങ്കിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇവരെ ഒരു മാസത്തെ ഒരു ട്രെയിനിങ്. എനിക്ക് തോന്നുന്നു തയ്യൽ അറിയാവുന്നവരെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ പവർ മെഷീനിൽ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പല ടൈപ്പ് മെഷീൻ, എനിക്ക് എംബ്രോയിഡറി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ആദ്യം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ മെഷീനിൽ അതിൻ്റെ കട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കപ്പും സൈസും കാര്യങ്ങളൊക്കെ അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എലാസ്റ്റിക് വെക്കുകയാണെങ്കിൽ അതിന് വേറൊരു മെഷീനാണ്. ഹുക്കും അതിൻ്റെ ഐ വെക്കുകയാണെങ്കിൽ വേറെ മെഷീനാണ്. അതൊക്കെ ഓരോരുത്തരും അതിനനുസരിച്ച് നമ്മൾ അവരെ ട്രെയിനിങ് ചെയ്ത് ഓരോ മെഷീന് ഓരോരുത്തരും യൂസ് ചെയ്യേണ്ട വിധത്തിൽ അവരെ ട്രെയിനിങ് ചെയ്ത് അവരെ ഇതാക്കി കഴിഞ്ഞിട്ട് അതിൽ ഓരോ പാർട്സാണ് ഓരോരുത്തർ ചെയ്യാം, വർക്കുകൾ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ട്രിം ചെയ്യാനൊരു ആളെ ട്രെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ ഒരാളെ ട്രെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് 2 or 3 ആളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗോഡൗണിൽ ചെയ്ത് അയൺ ചെയ്തിട്ട് മാർക്കറ്റിങ്ങിലേക്ക് പോകും. ഇത് ഇതിൻ്റെ ഷിമ്മിയുടെ ഒരു കട്ടിങ് ആണത്. സെപ്പറേറ്റ് ആയിട്ടാണല്ലേ കട്ടിങ് യൂണിറ്റ്? അവിടെ സ്റ്റിച്ചിങ്, ഇവിടെ കട്ടിങ്. കാരണം ഇതിന്റെ പൊടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. അപ്പൊ ഞങ്ങളത് സെപ്പറേറ്റ് ആക്കി വെച്ചത്. മെയിൻ സ്റ്റാഫ് കുറവാണല്ലേ? മെയിൻ സ്റ്റാഫ് കട്ടിങ്ങിന് മാത്രമേ ഉള്ളൂ. ആള് ചെയ്യും, ആള് കട്ടിങ് ചെയ്യും.
നമ്മുടെ ഒരു ഐറ്റം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ്റേൺ വെച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് 2.5 മീറ്ററിലോ എത്ര മീറ്ററിലോ അത് 40 ലെയർ 50 ലെയറൊക്കെ വെച്ച് വിരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പാറ്റേൺ വെച്ച് ബൾക്കായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഈ ഐറ്റംസ് ഓരോന്നും കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഓർഡറുള്ള ഐറ്റം ഓരോ പാർട്സായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇത്ര ലെയറായി വിരിച്ച് ഇത്ര പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ബൾക്കായത് അത് ഓരോ ഐറ്റം ഓരോ തയ്ക്കണ ആളുകളുടെ അടുത്തേക്ക് വെച്ച് അവർ ഓരോ പാർട്സും ഓരോന്നായിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുക. അതിനുവേണ്ടി കട്ട് ചെയ്ത് വെച്ചേക്കണ ഐറ്റംസാണ് ഇത്. ഈ മെഷീൻ എന്തെങ്കിലും പ്രത്യേകത? ഈ മെഷീന് നമുക്ക് ബനിയൻ സ്റ്റഫിലുള്ള സ്ലിപ്പ്, ലെഗിൻസ് എന്നീ ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ അത് തയ്ക്കുമ്പോൾ വേണ്ടി മാത്രമല്ല ഇത് തയ്ക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എഡ്ജൊക്കെ ഇതിൽ തന്നെ കട്ട് ചെയ്ത് പോകും. അത്രയും ഫിനിഷിങ്ങിലാണ് ഇത് വരിക. കട്ട് ചെയ്തിട്ട് ഫിനിഷിങ്ങിലാണ് തയ്ച്ചു തരിക. കട്ട് ചെയ്ത് ഇത്രയും 4 ത്രെഡ്സ് പോകുന്നതോ? അപ്പോൾ അത് ഇതോടുകൂടി നമുക്കിത് തയ്ച്ച് വരുമ്പോൾ അത് ലോക്ക് ചെയ്ത പോലെ ആയിട്ട് നമുക്ക്, അതായത് നമ്മൾ യൂഷ്വലി സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞിട്ടല്ല ഇത് കട്ടിങ്ങും ലോക്കിങ്ങും ഒക്കെ ഈ ഒരു മെഷീനറിയിലൂടെ തന്നെ ചെയ്യും. ഈ മെഷീനകത്ത് ചെയ്യുമ്പോഴത്തേക്കും കട്ടിങ്ങും ലോക്കിങ്ങും ഒരുമിച്ചാണ്. ഫ്രണ്ടിൽ വരുന്ന ഇതും കൂടെ കാണിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനുള്ള നമുക്ക് സ്ക്രാപ്സ് വയ്ക്കും, പിന്നെ ലോക്ക് അത് ഇതിൽ ചെയ്യാം. റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഇരിക്കുന്നത്. അതെ അതെ, ഇതിപ്പോൾ നമുക്ക് ഓർഡർ ആയിട്ട് കൊണ്ടു കൊടുക്കാനുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി, കോട്ടൺ തുണി, പോക്കറ്റ്, അങ്ങനെ റീസണബിൾ റേറ്റ് ഒക്കെ നമുക്ക് ഇതിന് നല്ല ഓർഡർ വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് നൈറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട്, 5 കളേഴ്സ് ഉണ്ട് ഇതിന്റെ. ഇതിന്റെ ഏത് പോർഷൻ ഇപ്പോൾ ചെയ്യുന്നത്? ഇതിന്റെ ഇനി ഇപ്പോൾ നമ്മളതിന്റെ സ്ട്രാപ്പും പിന്നെ ബോട്ടം കഴിഞ്ഞ ഈ സ്ലിപ്പിന്റെ വർക്ക് ഇതോടുകൂടി കഴിയും. ഈ സ്ലിപ്പ് അടിക്കുന്നതിന്റെ വർക്ക് അത് നമ്മൾ വേറെ ലെഗിൻസ് ഒക്കെ ആണെങ്കിൽ ലെഗിൻസിന്റെ ബോട്ടം അടിക്കാനായിട്ട് ഈ മെഷീൻ തന്നെ യൂസ് ചെയ്യാം. ഈ മെഷീനും ഡിഫറെന്റ് ആണ് അല്ലേ? ആ, ഇത് പാൻറ്റീസിൻ്റെ ബോട്ടം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മെഷീനറിയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ചേട്ടാ അതെങ്ങനെ?
ബ്രാൻഡിങ് ഒക്കെ ലാസ്റ്റ് ആണ്. റാറ്റിംഗ്, ഫ്യൂസിങ്, സൈസ് ലേബിൾ അതൊക്കെ ലാസ്റ്റാണ് ചെയ്യുന്നത്. നമ്മളിത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാ മെഷർമെൻറ്റും ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് മെഷർമെൻറ്റിൻ്റെ ലേബിൾ വെക്കലും ഫ്യൂസിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ മാർക്ക് ഇതിലേക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അയണിങ്ങും ഇതിലേക്ക് പാക്കിങ്ങും ഒക്കെ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രാപ്പ് ചെയ്യുന്നത് ഈ ക്ലോത്തിൽ തന്നെയാണ്. ഈ സ്ട്രാപ്പ് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഐറ്റംസും കൊണ്ടുവന്നിട്ട് ഈ സ്ട്രാപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്യണത് ഈ ക്ലോത്തിൽ തന്നെയുള്ള സെയിം വെച്ചിട്ടുള്ള ഇതാണ് വെക്കുന്നത്, സ്ട്രാപ്പ് വെക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്ററൊക്കെ വെച്ചിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ശരിക്കും അതിൻ്റെ ചെയ്യുന്നത്. ശരിക്കും മറ്റേ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് അതുപോലത്തെ ഒരു ഇത് നമ്മൾ ക്ലോത്തിൽ നിന്ന് തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് റോൾ ചെയ്ത് എടുത്തിട്ട് ചെയ്യുന്നത്. അത് ചില ആളുകൾക്ക് അലർജി അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഈ ക്ലോത്തിൻ്റെ തന്നെ നമ്മളോട് ചോദിക്കും. പിന്നെ വീതിയുള്ള സ്ട്രാപ്പൊക്കെ ചോദിക്കുന്നവരുണ്ടല്ലോ, അങ്ങനത്തെ ഓർഡർ വരുമ്പോഴാണ് നമ്മൾ ഇതേപോലെ റോൾ ചെയ്തിട്ടുള്ള സ്ട്രാപ്പ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ മറ്റേ റെഡിമെയ്ഡ് സ്ട്രാപ്സ്. നമ്മുടെ ഈ ഐറ്റത്തിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജാണ്. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ മെഷർമെൻറ്റൊക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം അതിൻ്റെ മെഷർമെൻറ്റ് ലാബിൽ ഫ്യൂസ് ചെയ്യണ പരിപാടിയാണ്. ഇത് ലാസ്റ്റ് സ്റ്റേജാണ് ഇതിൽ. ഇതൊക്കെ റേറ്റ് എത്രയാണ്? ഇത് മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്ത് മെറ്റീരിയൽ? ഇതിങ്ങനെ കോംബോ ആയിട്ട് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വിന്റർഫീൽഡിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂമിലാണ്. ഇവിടെ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഷർട്ട്സും ധോത്തീസും അതുപോലെ നൈറ്റി, ലെഗിങ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഇവിടെ വിന്റർഫീൽഡ് ഗാർമെൻറ്റ്സിൻ്റെ ചെയർമാൻ ഉണ്ട്, മിസ്റ്റർ അബ്ദുൽ ഹമീദ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം. ഹലോ സാർ. ഹലോ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഇതൊരു വലിയ പ്രോസസ്സാണെന്ന് അറിയാം. ഇത് യഥാർത്ഥത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സ്ഥാപനമാണ്. കുറേയേറെ വനിതകൾക്ക് ജോലി നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഗാർമെൻറ്റ്സ് യൂണിറ്റുകൾ തുടങ്ങാനും അത്തരത്തിലുള്ളൊരു വ്യവസായത്തിലേക്ക് വരാനും കാരണമായത്. അത് കഴിഞ്ഞ 5 വർഷമായി വളരെ നല്ല രീതിയിൽ നടക്കുന്നു. ഒട്ടേറെ വനിതകൾക്ക് തൊഴിൽ നൽകാൻ നമുക്കിതിലൂടെ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ്, കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡുകളോട് മത്സരിക്കാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി, പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതിനപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം ഇതിൻ്റെ ഉൽപ്പാദനം, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിലൂടെ നമ്മുടെ ഇവിടെ തൊഴിൽ മേഖലയിൽ കുറേ സപ്പോർട്ട് ചെയ്യാൻ വിന്റർഫീൽഡിന് കഴിയുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ്സും ലക്ഷ്യങ്ങളും. അപ്പോൾ അത് പൊതുവെ ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബിസിനസ്സാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത 6 മാസം കൊണ്ട് ഓൾ കേരള ലെവലിൽ വിൻ്റർഫീൽ എത്തും. അപ്പം നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഉള്ളത്? ആ ഒരു റേഞ്ച് എങ്ങനെയാണ്? ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് ഇന്നർ ഗാർമെൻറ്റ്സ് എന്നുള്ള ഒരു ലേബലിലാണ്. ആദ്യത്തെ 3-4 വർഷം വരെ ഇന്നർ ഗാർമെൻറ്റ്സിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ടായിരുന്നു. എല്ലാ തരം ഇന്നർ ഗാർമെൻറ്റ്സുമാണ് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ഇന്നർ ഗാർമെൻറ്റ്സ് വിട്ട് ഇപ്പോൾ നമുക്ക് ഷർട്ട്സ് ഉണ്ട്, അതുപോലെ ലെഗിൻസ്, ഫ്രോക്സ്, നൈറ്റീസ്, കുർത്തീസ്, അങ്ങനെ കുറേ കൂടി വിപുലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വിൻ്റർഫീൽ വന്നിട്ടുണ്ട്. എല്ലാ തരം ഗാർമെൻറ്റ്സും നാളുകളിൽ വിൻ്റർഫീലിൻ്റെ പേരിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ്. ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കിഡ്സ് വെയർ ആണ്. കിഡ്സ് വെയറിലേക്കും ഞങ്ങൾ ഉടനെ തന്നെ വിൻ്റർഫീൽ എത്തും. ആ രീതിയിൽ വലിയൊരു ബ്രാൻഡായി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മറ്റ് ബ്രാൻഡുകളോടൊപ്പമോ അതിനപ്പുറമോ നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡായിട്ട് വിൻ്റർഫീൽ അടുത്ത 1-2 വർഷത്തിനകം തന്നെ എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതോടൊപ്പം ഒട്ടനവധി തൊഴിൽ സൃഷ്ടിക്കുക. നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, നമ്മുടെ നാട്ടിൽ പലതും വിൽക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നിർമ്മിക്കുന്നത് കേരളത്തിലാവില്ല. കേരളത്തിൽ ഉൽപ്പാദന ആ ഒരു രീതി കുറവാണ്. കമ്പനി എന്നുള്ളത് കേരളത്തിൽ കുറവാണ്. പലരും കമ്പനി വലുതാകുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പല കാരണങ്ങളാൽ പോകുന്നു. എന്തായാലും വിൻ്റർഫീലിന് ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. ഞങ്ങൾ ഇവിടെ ചെയ്യാവുന്നത് ഏത് സാഹചര്യത്തിലായാലും, എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും കേരളത്തിൽ തന്നെ പരമാവധി ഉൽപ്പാദനം നടത്തും, കേരളത്തിൽ പരമാവധി തൊഴിൽ സൃഷ്ടിക്കും. അത് ഞങ്ങൾ നിർബന്ധമായിട്ടുള്ള ഒരു പോളിസിയാണ്, അത് ഞങ്ങൾ ഫോളോ ചെയ്യും. കേരളത്തിലാണ് പ്രൊഡക്ഷൻ, അതായത് തൃശ്ശൂരാണ് നമ്മൾ ബേസ് ചെയ്ത് പ്രൊഡക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പം സർക്കുലേഷൻ, ഡിസ്പാച്ച് ഒക്കെ എങ്ങോട്ടൊക്കെ ഉണ്ട്? ഇപ്പോൾ നമ്മൾ 3-4 ജില്ലകളിൽ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, ആലപ്പുഴ ജില്ലയിൽ അവൈലബിൾ ആണ്, കാലിക്കറ്റിലുണ്ട്, പാലക്കാടിൻ്റെ മിക്ക പ്രദേശങ്ങളിലുണ്ട്. അത്തരം ഒരു 4-5 ജില്ലകളിൽ നിലവിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിലവിൽ ലഭ്യമാണ്. വിത്തിൻ കേരള തന്നെയാണ്. കേരളയുടെ പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അടുത്ത 6 മാസത്തിൽ ലക്ഷ്യം വെക്കുന്നത് പൂർണ്ണമായിട്ട് കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ പൂർണ്ണമായതിനു ശേഷം തമിഴ്നാട് പോലെയുള്ള അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കൂടി വിൻ്റർഫീൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാന്നുള്ളൊരു അതെ 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 അതെ. അപ്പോൾ അതിനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ബിഹൈൻഡ് വർക്ക് നമ്മൾ ശരിക്കും ചിന്തിക്കാറില്ല. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചും കൂടെ ചിന്തിക്കണം. അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസായി നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.